നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തുർക്കി ആപ്പിളിന് അനൌദ്യോഗിക നിരോധനം ഏർപ്പെടുത്തി പൂനെയിലെ പഴക്കച്ചവടക്കാർ. പാകിസ്ഥാന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച തുർക്കിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ആപ്പിളുകൾ ഇനി വിൽക്കില്ല എന്നാണ് കച്ചവടക്കാരുടെ തീരുമാനം. ഇതിനെ പിന്തുണച്ച് നാട്ടുകാരും എത്തിയതോടെ നിരോധനം പൂർണ്ണമായി. തുർക്കിയിൽ നിന്നുള്ള ആപ്പിളിന് പകരം മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിൽ നിന്നുമുള്ള ആപ്പിളുകളാണ് നാട്ടുകാർ ഇപ്പോൾ ചോദിച്ചു വാങ്ങുന്നത് എന്ന് കച്ചവടക്കാർ പറയുന്നു. ഇതോടെ പൂനെയിലെ പഴക്കടകളിൽ ഒന്നും തന്നെ തുർക്കി ആപ്പിൾ കിട്ടാനില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീഴുകയും ഇരു രാജ്യങ്ങളും യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇന്ത്യയെയും പാകിസ്ഥാനെയും പിന്തുണച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങളും മുന്നോട്ട് വന്നിരുന്നു. ഈ സമയത്താണ് പാകിസ്ഥാന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തുർക്കി മുന്നോട്ട് വന്നത്. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെ പിന്താങ്ങുന്നതിലൂടെ തുർക്കിയും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിൽ വാദങ്ങളും ഉയർന്നിരുന്നു. എന്തായാലും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യത്തിന്റെ സമ്പത്തിലേക്ക് തങ്ങളുടെ ഭാഗത്തു നിന്നും ചെറിയ തോതിലുള്ള സഹായം പോലും വേണ്ട എന്ന ദൃഢനിശ്ചയത്തിലാണ് പൂനെയിലെ പഴക്കച്ചവടക്കാർ. പൊതുവിൽ ഈ സീസണിൽ 1000 മുതൽ 1200 കോടി വരെ വിറ്റുവരവ് ലഭിക്കാറുണ്ട്. ഈ ലാഭം വേണ്ട എന്ന് വെക്കുന്നതിലൂടെ രാജ്യത്തിനോടും സർക്കാരിനോടും പട്ടാളക്കാരോടുമുള്ള തങ്ങളുടെ പിന്തുണ കൂടിയാണ് അറിയിക്കുന്നതെന്ന് കച്ചവടക്കാർ പറയുന്നു.